കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ആത്മാവുള്ളതുകൊണ്ട്, ആത്മാവിന് മരണമില്ലാത്തതും കൊണ്ട് എല്ലാവർക്കും നിത്യതയുണ്ട്. എന്നാൽ ഇവിടെ ഈ ചെറിയ ജീവിതത്തിലാണ് നാം തീരുമാനിക്കുന്നത്, എൻ്റെ നിത്യത ഞാൻ എവിടെ ചിലവഴിക്കും. ഒന്നുകിൽ നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ അവൻ്റെ പുത്രന്മാരായിട്ട് നമുക്ക് ദൈവത്തോട് കൂടെ വസിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ഈ ദൈവത്തിൽ നിന്ന് അകന്നാണ് നാം ജീവിക്കുന്നതെങ്കിൽ നിത്യത മുഴുവൻ നാം ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കേണ്ടതായിട്ട് വരും. അതാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുക എന്ന് പറയുന്നത് പ്രിയമുള്ളവർ, നാം ചിന്തിക്കുന്ന ഒരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. ഉദയം മുതൽ അസ്തമയം വരെ ദൈവം ഭൂമിയെ വിളിക്കുന്നു, മക്കളെ എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് പറഞ്ഞുതരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞുതരാം. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരകളെയും കോവർ കഴുതുകളെയും പോലെ ആകരുത്. അവയുടെ മുഖപ്പട്ടയും കടിഞ്ഞാണും കൊണ്ടാണ് അവരെ നിയന്ത്രിക്കുന്നത്. അത്തരത്തിലുള്ളൊരു നിയന്ത്രണത്തിലേക്കല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് മേച്ചിൽ കൊടുക്കുന്നു, എൻ്റെ കയ്യിൽ നിന്നും അവയെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മെ വിളിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ നാം അറിയണം. മാത്രമല്ല, കർത്താവ് പറയുന്നുണ്ട്, 99 ആടുകളെ വിട്ടിട്ട് വഴി തെറ്റിപ്പോയൊരാടിനെ തേടി വന്നൊരു കർത്താവുണ്ട്. നമ്മളും ആടുകളെ പോലെ തെറ്റിപ്പോയവരായിരുന്നു. നമ്മളെ തേടി വരുന്ന, നമ്മളെ വിളിച്ച് ദൈവ വഴിയിലാക്കുന്ന, ദൈവഹിതത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം തള്ളിക്കളയരുത്. ഇന്ന് നമ്മുടെ ജീവിതത്തെ നോക്കാം, ദൈവവചനത്തിനനുസരിച്ചാണോ നാം ജീവിക്കുന്നതെന്ന്. അതല്ല, തെറ്റിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റിപ്പോയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, അവിടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ ആ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. വഴിയും സത്യവും ജീവനുമായ കർത്താവ് നമ്മളോട് കൂടെ വന്ന് നാം നടക്കേണ്ടുന്ന വഴി മാറ്റമില്ലാത്ത വചനത്തിൽ കൂടി കാണിച്ചു തരും. മാത്രമല്ല, അവൻ വെളിച്ചമാണ്. ദൈവം വെളിച്ചമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം അനുസരിച്ച് നടക്കുന്ന സാഹചര്യങ്ങളിൽ ഇരുട്ടാണെന്നൊക്കെ തോന്നും. ചിലപ്പോൾ കഷ്ടത വരും, പ്രയാസം വരും, ഒറ്റപ്പെടലുകളും നിരാശകളും കാറ്റും കോളൊക്കെ വരുമ്പോൾ ഇതെവിടേക്കാണ് അത് കൊണ്ടുപോകുന്നത്, എവിടേക്കായി പോകുന്നത് എന്ന് നമുക്ക് തോന്നും. എന്നാൽ വെളിച്ചമാകുന്ന കർത്താവ് നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് ആ വഴിയെല്ലാം തെളിഞ്ഞു വരും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, നമ്മൾ നിരാശപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. ഈ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യം, അല്പവിശ്വാസിയെ, നീ എന്തിനു ഭയപ്പെട്ടു, ഞാൻ നിന്നോട് കൂടെയില്ലേ. ഒരു ദിവസമോ 2 ദിവസമല്ല, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വാഗ്ദത്ത വചനം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് സാഹചര്യങ്ങളെ കണ്ട് പതരണ്ട, ഭയപ്പെടേണ്ട. ഈ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 43 മുതൽ 45 വരെ ഉള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നത്, കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. എന്താ? കൂട്ടുകാരനെ സ്നേഹിക്കണം, ശത്രുവിനെ പകയ്ക്കണം, അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പ്രത്യേകിച്ച് ഇത് പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. എന്തീ പറയുന്നത്? ശത്രുക്കളെ സ്നേഹിക്കാനോ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ? അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവം നമുക്ക് സകലത്തിലൊരു മാതൃക കാണിച്ചു തന്നു. അപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത്, ശത്രുവിനെ സ്നേഹിക്കുവാൻ കഴിയാത്ത ഒരു പാപം നിറഞ്ഞ മനസ്സാണ് മനുഷ്യനുള്ളത്. അതുകൊണ്ടാണ് ഈ ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞാൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ. കാര്യം, പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തെ, അല്ലെങ്കിൽ ദൈവവചനം അനുസരിച്ച് നടക്കുവാൻ തടസ്സമായിരുന്ന പാപപ്രമാണത്തെ പുത്രൻ ഈ ഭൂമിയിൽ വന്നത് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കും വെപ്പിച്ചു. ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യ കാഴ്ചയാക്കുന്ന ദൈവവചനം പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവനിൽ ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ വെളിച്ചവും ദൈവത്തിൻ്റെ ആത്മാവും ഒക്കെ അവനിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, യേശു ജീവിച്ചതുപോലെ നാമും ജീവിക്കണം. യേശു എങ്ങനെയാണ് ജീവിച്ചത്? ശത്രുക്കളെ സ്നേഹിച്ചു. അവൻ അവരെ സ്നേഹിച്ചു, അവസാനത്തോളം സ്നേഹിച്ചു എന്ന് പറയുന്നത്. തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദായെ സ്നേഹിക്കുക മാത്രമല്ല, അവസാനത്തോളം സ്നേഹിച്ച സ്നേഹത്തെ നമുക്ക് കാണിച്ചു തന്നിട്ടാണ് കർത്താവ് പറയുന്നത്. എന്താ പറയുന്നത്? ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അങ്ങനെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? യേശു ഇത്ര കൃത്യമായിട്ട് ആധികാരികമായിട്ട് പറയുന്നുണ്ടല്ലോ. യേശു അങ്ങനെ ചെയ്തോ? യേശു അങ്ങനെ ചെയ്തു, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം കർത്താവ് നമ്മളോട് ചോദിച്ചു, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? യേശു പറയുന്ന ഓരോ പുത്രനായ യേശുവിനെ പോലെ ഞങ്ങളെ പണിതെടുക്കുന്ന ഇത്ര വലിയ ദൈവപ്രവൃത്തികൾക്കായി ഞാൻ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു.
ആ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ സൽഗുണപൂർണ്ണത പ്രാപിപ്പാൻ ഞങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് ഓരോ ദിവസവും അതിലേക്ക് ഞങ്ങളെ നയിക്കുന്നല്ലോ. അതിനോർത്ത് നന്ദി പറയുന്നു. ദുഷ്ടനയിലാപ്പെടാതെ കാക്കണം. സകലബുദ്ധിക ദിവ്യ സമാധാനം ക്രിസ്തുയേശുവിൽ ഹൃദയങ്ങളെ നിന്നോളം കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാനം കൊണ്ട് സ്വസ്ഥത കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.